പോസ്റ്റ് ഇടാൻ അങ്ങനെ പ്രത്യേകിച്ച് സാഹചര്യവും കാര്യകാരണങ്ങളോ ഒന്നുമില്ല. നമ്മളുടെ അടുത്ത് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള അതിന് മുന്നേ വന്ന വിഷയങ്ങളിലും മുന്നേയും FB-യിൽ കുറേ പോസ്റ്റും അങ്ങനെ എഴുത്തുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നേരം എല്ലാവരും ഇങ്ങനെ ചോദിച്ച കാര്യത്തെപ്പറ്റി നമ്മളപ്പം ആൻസർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ എൻ്റെ ഫെമിനിസമാണ് പറഞ്ഞിരിക്കുന്നത്. അഫ്കോഴ്സ് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ചിന്താഗതികളുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും വേറെ അഭിപ്രായമുള്ള ആൾക്കാരും ഒക്കെ അതിൻ്റെ താഴെ വരുന്നുണ്ട്. ഞാനതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അത്തരം ഒരു വിമർശനം ഞാനിതുവരെ കേട്ടിട്ടില്ല. പിന്നെ ഞാൻ ജെൻസി മില്ലേനിയം അങ്ങനെയൊന്നും ആൾക്കാരെ വേർതിരിച്ച് കാണാത്ത ഒരാളാണ്. ഞാൻ എല്ലാ ആൾക്കാരെയും അങ്ങനെ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും വേർതിരിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ന് നമുക്കുള്ള ടെക്നോളജീസും ഇന്ന് നമുക്ക് വരുന്ന സമ്പ്രദായങ്ങളെല്ലാം എന്നോ പറയുന്ന ഒരു കാലത്ത് അന്നുണ്ടായിരുന്നെങ്കിൽ അവരും ഇങ്ങനെ തന്നെ ആയേനെ അല്ലേ. അവരും ഇപ്പം ഒരുപാട് മുന്നേക്ക് പോകുന്ന ഒരു സമൂഹമാണ് നമ്മൾ കാണുന്നത്. ഒട്ടും പിന്നോട്ടല്ലാത്ത മുന്നേക്ക് തന്നെ സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. വോട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നല്ലതിന് വേണ്ടി ഇനിയും മാറാനുള്ള പലതിനും വേണ്ടി തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എപ്പോഴും ഒരു ഇപ്പം ഒന്നും നല്ലത് വരാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ മനുഷ്യരെയും പോലെ തന്നെ നല്ല കാര്യങ്ങൾ വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ.